നമസ്കാരം. സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ കേസാകുന്ന നമ്മുടെ നാട്ടിൽ പുരുഷവിരുദ്ധത പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നും പുരോഗമന ചിന്തയാണെന്നുമുള്ള ഒരു അബദ്ധധാരണ ചിലർക്കിടയിലെങ്കിലുമൊക്കെയുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇതിനൊരു വേദിയാകാറുണ്ട്. ഒരുപക്ഷെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകൾ ഉള്ളതുപോലെ പുരുഷവിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടിയെടുക്കാനുള്ള പ്രത്യേക വകുപ്പുകളില്ലാത്തതാകാം ഈ ഒരു ട്രെൻഡ് വ്യാപകമാക്കുന്നത്. ഇതാകട്ടെ സ്ത്രീകളെ വെറുക്കുന്ന തരത്തിലേക്ക് പുരുഷന്മാരുടെ ചിന്ത എത്തിക്കുകയാണ് ചെയ്യുക. കളിയാക്കലുകൾക്കും മുൻവിധിക്കും പകരം പരസ്പര ബഹുമാനത്തോടെയും സമത്വത്തോടെയുമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടുന്നതെന്നിരിക്കെ ഈ പ്രവണത വിദ്വേഷത്തിലേക്ക് മാത്രമേ കാര്യങ്ങൾ എത്തിക്കുകയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ഉദാഹരണമായ ഒരു സംഭവമായിരുന്നു പുരുഷന്മാരെ വെറുക്കുന്നുവെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ ഒരു യുവതിയുടെ പ്രസ്താവന. ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്ന കോമഡി റിയാലിറ്റി ഷോയിൽ വെച്ച് സാക്ഷി ജായ് എന്ന മത്സരാർത്ഥി നടത്തിയ പരാമർശം തികച്ചും പുരുഷ വിദ്വേഷം നിറഞ്ഞതായിരുന്നു. താൻ പുരുഷന്മാരെ വെറുക്കുന്നവളാണെന്ന് പറഞ്ഞ സാക്ഷി താൻ തൻ്റെ അച്ഛനെയും വെറുക്കുന്നുവെന്നാണ് പറഞ്ഞത്. എനിക്ക് ആണുങ്ങളെ ഇഷ്ടമേ അല്ല, എൻ്റെ അച്ഛനെയും ഇഷ്ടമല്ല, കാരണം അയാളും ഒരാണാണ്. പുരുഷനെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പാണെന്നും സ്വന്തം പിതാവിനെയും സഹോദരനെയും മുത്തശ്ശനെയും വരെ വെറുക്കുന്നുവെന്നും അവൾ തുറന്നു പറഞ്ഞു. മദ്യപിച്ചതിന് ശേഷം ഭർത്താവിനെ തല്ലുക എന്നത് തൻ്റെ ഒരു ഫാൻറ്റസിയാണെന്ന് സാക്ഷി പറഞ്ഞപ്പോൾ വിധികർത്താവായ വിശാൽ ദഗ്ലാനി അടക്കമുള്ളവർ ഞെട്ടുകയും ചെയ്തു. ഞാൻ ജെൻസിയാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണ്ടേ എന്നായിരുന്നു ഇതിന് സാക്ഷിയുടെ മറുപടി. ഭാര്യ പറയുന്നത് കണ്ണടച്ച് അനുസരിക്കുന്നവനാണ് നല്ലൊരു പുരുഷനെന്നും ഇവർ ഇതേ വേദിയിൽ വെച്ച് വാദിച്ചു. ഷോയുടെ 3ാമത്തെ എപ്പിസോഡ് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ബീഹാർ സ്വദേശിയായ അധ്യാപിക കൂടിയായ സാക്ഷി ജായ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വിമർശനമുയരുന്നത്. എപ്പിസോഡ് പുറത്തു വന്നതോടെ ഫെമിനിസത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് സാക്ഷിയെ പഠിപ്പിക്കാനുള്ള തിരക്കിലാണ് സോഷ്യൽ മീഡിയ. ഫെമിനിസ്റ്റുകൾക്ക് പോലും ലജ്ജ തോന്നുന്ന പ്രസ്താവനയാണിതെന്നായിരുന്നു ഉയരുന്ന വിമർശനം. ഷോയിലെ വിധികർത്താക്കൾ സാക്ഷിക്ക് 0 മാർക്ക് നൽകിയത് അവരുടെ പ്രകടനത്തിന് അനുയോജ്യമായ പ്രതികരണമായിരുന്നുവെന്നും പ്രേക്ഷകർ കുറിക്കുന്നു. താനൊരു പുരുഷ വിദ്വേഷിയാണെന്നും ഫെമിനിസ്റ്റ് ആണെന്നും സാക്ഷി വേദിയിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതൊക്കെ ആ യുവതി വിളിച്ചു പറയുന്നത് ഏറെ അഭിമാനത്തോടെയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഏതൊരു പുരുഷനും അവൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതായി തോന്നും. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, താനൊരു ഫെമിനിസ്റ്റ് കൂടിയാണെന്ന് ആ യുവതി വിളിച്ചു പറയുമ്പോൾ വെറുക്കപ്പെടുന്നത് ഫെമിനിസം എന്ന മനോഹര സങ്കല്പം കൂടിയാണ്. ഇത്തരം പരാമർശങ്ങൾ പുരുഷ വിദ്വേഷമാണ്, ഫെമിനിസത്തിൻ്റെ മുഖമുദ്ര എന്ന ചിന്തയിലേക്ക് പുരുഷന്മാരുടെ ചിന്ത മാറ്റുകയും ചെയ്യും. ഒരുപക്ഷെ ചില പുരുഷന്മാരിൽ നിന്ന് ഏതെങ്കിലും പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒക്കെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അക്കാരണത്താൽ ചില വ്യക്തികളോട് വെറുപ്പും തോന്നാം. എന്നാൽ അക്കാരണത്താൽ ഒരു ലിംഗത്തിൽപ്പെട്ട എല്ലാവരെയും വെറുക്കുക എന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു നിലപാടാണ്. നേരെ മറിച്ച് ഒരു പുരുഷനാണ് ഇത്തരത്തിൽ എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകല്. അടുത്തിടെ ഏറെ ചർച്ചയായ കേതൻ അഗർവാളിൻ്റെ കൊലപാതകത്തെ ന്യായീകരിച്ച് കൊല്ലപ്പെട്ട കേതനെ പരിഹസിച്ചുകൊണ്ട് ഒരു ഡോക്ടർ ഇട്ട പോസ്റ്റും ഇതുപോലെയേറെ ചർച്ചയായിരുന്നു. ഞാൻ പുരുഷന്മാരെ വെറുക്കുന്നുവെന്ന ഹാഷ്ടാഗോടെയായിരുന്നു കേതൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഡോക്ടർ കൂടിയായ ഒരു യുവതി പങ്കുവച്ചത്. ഞാൻ പുരുഷന്മാരെ വെറുക്കുന്നു, 2 പുരുഷന്മാർ മരിച്ചു, അതോടെ ആൺവർഗം ഒന്നടങ്കം ഭയന്നിരിക്കുകയാണെന്നുമായിരുന്നു അവർ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് ഇതൊക്കെ മറ്റു നാട്ടിൽ സംഭവിക്കുന്നതല്ലേ എന്ന് നമുക്ക് പറയാൻ തോന്നുമെങ്കിലും ചില പ്രത്യേക പ്രിവിലേജുമായി ജനിച്ച തെണ്ടുകളാണ് പുരുഷന്മാരെന്ന് പറഞ്ഞ സാഹിത്യകാരി നമ്മുടെ കേരളത്തിലുണ്ടെന്നതും ഓർക്കണം. പുരുഷവിരുദ്ധ പരാമർശങ്ങൾ ആർക്കും വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ട് അന്നത് വലിയ ചർച്ചയായില്ല എന്ന് മാത്രം. സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സും അഭിമാനമുണ്ടെന്ന് മുൻപൊരിക്കൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണം ഇത്തരം വെറുപ്പ് പ്രചരിപ്പിക്കുമ്പോഴെങ്കിലും അതിൻ്റെ വക്താക്കളാകുന്നവർ ചിന്തിക്കുന്നതും ഉചിതമാകും.